ബഹുമാനനായ ഉദ്ഘാടകൻ, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, കൗൺസിലർമാർ, വ്യാപാരി സുഹൃത്തുക്കൾ, ഇതിൻ്റെ സംഘാടകരായ വ്യാപാരി സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഇന്നത്തെ പ്രായോജകരായ നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ മുരളി ഇൻഡസ്ക് ആൻഡ് പെട്രോളിയം, ശ്രീ റൺസ് റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ, എന്നത്തെയും മുഖ്യ സംഘാടകരായ ഓൾ സ്പോൺസറായ നമ്മുടെ പ്രിയ സ്നേഹിതൻ ഷൈജു ഡേവിഡ്, മഹാറാണി ഗോൾഡ് പാർക്ക്, ഇന്ന് ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ ശ്രീ ഹാഷ്, ശ്രീ മനു കള്ളിക്കാട്, അതുപോലെ തന്നെ നമ്മുടെ അംസാഖാൻ, നമ്മുടെ കേരളത്തിലെ മികച്ച അംഗനവാടി ടീച്ചറായി തെരഞ്ഞെടുക്കപ്പെട്ട സൗധ, ഇന്ന് ആദരിക്കപ്പെട്ട ആൻഡ്രൂ, ഹേസൽ, ഡയാൻ, അലക്സ്, അലീഷ, കേരളിൻ ആൻഡ് അലിസ, ആൻഡ് നസീബ്, അതുപോലെ തന്നെ പ്രമോദ്. ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മൾ ഇന്ന് ഒരു വലിയ ചടങ്ങാണ് ഇവിടെ നമ്മുടെ ഈ ഉദ്ഘാടന സാംസ്കാരിക സമ്മേളനത്തിൽ നടത്തിയത്. നിലമ്പൂരിന്റെ യശസ് മറ്റു ഭാഗങ്ങളിലൊക്കെ ഉയർത്തിപ്പിടിച്ച ഒട്ടേറെ വ്യക്തിത്വങ്ങൾ, അവരൊക്കെ നിലമ്പൂരിൽ ഇന്ന് ഈ പാട്ടുത്സവ വേദിയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഞാൻ മനു കള്ളിക്കാടിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. മനു കള്ളിക്കാട് ഈ നാട്ടുകാരനാണ് എന്ന് മാത്രമല്ല, വേൾഡ് ലിംക ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ 2 തവണ അദ്ദേഹത്തിന്റെ കൊളാഷ് ചിത്രങ്ങൾ നേടി ലോക പ്രശസ്തനായ, ലോക പ്രസിദ്ധനായ മനു കള്ളിക്കാടിനെയാണ് ഇവിടെ ആദരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ ആഷിം ജവാദ് ആഷ് എന്ന് പറയുന്ന വ്യക്തി എടക്കര സ്വദേശിയാണ്. അദ്ദേഹം തുടങ്ങിയത് ഒരു സാധാരണ അനൗൺസറായി ജീവിതം ആരംഭിച്ചു. അത് കഴിഞ്ഞ് NCV ചാനലും ACV ചാനലും പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് റേഡിയോ മാംഗോയിൽ പ്രവർത്തിച്ചു. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ വിദേശ ജോക്കിയായി, റേഡിയോ ജോക്കിയായി പ്രവർത്തിക്കുന്നത് ഹാഷാണ്. ഹാഷിന്റെ ഓരോ കൽപ്പടവുകളും വെച്ചുകൊണ്ട് മുന്നോട്ട് ഒരു സാധാരണ അനൗൺസറായി തുടങ്ങി ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ വലിയ പ്രസിദ്ധനായ ഏങ്കറായി മാറിയ ഹാഷിനെയാണ് ഇവിടെ ആദരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അംസാഖാനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട. അംസാഖാൻ നിരവധി മാപ്പിളപ്പാട്ടുകളുടെ നീണ്ട ഒരു 45 വർഷക്കാലം മാപ്പിളപ്പാട്ടിന് പുതിയ ഭാവങ്ങളും രൂപങ്ങളും നൽകി. മാപ്പിളപ്പാട്ട് രചിച്ച് ഒട്ടേറെ ഗാനങ്ങൾ രചിച്ച് പാടി. മാത്രമല്ല, നമ്മുടെ ജയ്ഹിന്ദ് TVയുടെ പരിപാടിയിൽ അതിന്റെ ഫൈനലിസ്റ്റ് വരെ ആയിട്ടുള്ള ഹംസാഖാനെയാണ് ഇവിടെ ആദരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഇവിടെ ആദരിക്കപ്പെട്ടത് നമ്മുടെ പ്രമോദാണ്. പ്രമോദിനെ നിങ്ങൾക്കറിയാം. നിലമ്പൂർ പാട്ടുത്സവം എന്ന ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത് പ്രമോദാണ്, ഇത് പാടിയത് പ്രമോദാണ്. മാത്രമല്ല, പ്രമോദ് 3 സിനിമകളിൽ ഈ അടുത്ത കാലത്ത് പിന്നണി ഗാനം ആലപിക്കുവാനുള്ള സൗഭാഗ്യം പ്രമോദിന് ലഭിച്ചു. നിലമ്പൂരിന്റെ ഒരു പുതിയ വാഗ്ദാനം കൂടിയാണ് പ്രമോദിനെയാണ് ഇവിടെ ആദരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മുടെ നസീബ്, ഏഷ്യാനെറ്റ് മൈലാഞ്ചിയിൽ നിങ്ങൾക്കറിയാം, അതിന് ഫൈനലിസ്റ്റായി മാറിയ നസീബ് വേറെ എവിടെയുമല്ല, മാനവേദൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മാനവേദൻ നമ്മുടെയൊക്കെ കേരളക്കരയുടെ മുഴുവൻ ഹരമായി മാറിയ നസീബിനെയാണ് ഇവിടെ ആദരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കടല് കടന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു നയാ പൈസയുടെ വേതനവും സ്വീകരിക്കാതെ 4 മാസക്കാലം നമ്മുടെ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ പഠിപ്പിച്ച് അവരുമായി കളിച്ച് അവര് പാട്ട് പഠിപ്പിച്ച് അവരെ നൃത്തം പഠിപ്പിച്ച് ആ രൂപത്തിൽ അവരുടെ പുതിയ സ്പോർട്സ് ഐറ്റങ്ങൾ പഠിപ്പിച്ച് 4 മാസക്കാലം നമ്മുടെ കുട്ടികളുടെ കൂടെ നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പുതിയ ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുവന്ന നമ്മുടെ 7 വിദേശ പ്രതിനിധികളെയാണ് ഇവിടെ ആദരിച്ചിട്ടുള്ളത്. ഇവരെയൊക്കെ ഒന്നുകൂടി നമ്മൾ ആശംസിക്കുകയാണ്. നിലമ്പൂർ നഗരത്തിലെ മുഴുവൻ ജനാവലിക്കും വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരും കൂടി ഈ ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല കയ്യടി നിങ്ങൾ കൊടുക്കണം. ഒരു നല്ല കയ്യടി എല്ലാവരും കൊടുക്കുക. മാത്രമല്ല, ഇന്ന് ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്ന ഇൻഡസ്കേന് ഒരു വലിയ പ്രാധാന്യം കൂടിയുണ്ട്. ഇൻഡസ്കേൻ എന്ന് പറയുന്ന സ്ഥാപനം 2002 കേവലം 9 വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ഇന്ന് പലപ്പോഴും നിലമ്പൂരിന് വെളിയിലൊക്കെ പോകുമ്പോൾ പലരും എവിടെയാണ് നിലമ്പൂരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരൊക്കെ പലപ്പോഴും എന്നോട് പറയുന്നത്, ഞങ്ങൾക്ക് നെടുങ്കയം അറിയാം, ഞങ്ങൾക്ക് ടീക്ക് മ്യൂസിയം അറിയാം, ഞങ്ങൾക്ക് അത് കനോലി പ്ലോട്ട് അറിയാം. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? ഞങ്ങൾ 3 മാസക്കാലത്തെ കോഴ്സിന് ഞങ്ങൾ ഇൻഡസ്കാനിൽ ഉണ്ടായിരുന്നു എന്ന് പുറത്തുള്ളവർ പറഞ്ഞാണ് നമ്മൾ ഇൻഡസ്കാനെ പരിചയപ്പെട്ടത്. ഇന്ന് ഇൻഡസ്കാനിൽ പഠിക്കുന്ന കോഴ്സിന് വരുന്നവർ, ആ റിഫ്രഷിംഗ് കോഴ്സിന് വരുന്നവർ മുഴുവൻ മെക്കാനിക്കൽ എഞ്ചിനീയർമാരും മറ്റു എഞ്ചിനീയേഴ്സുമാണ്. 13,000 കുട്ടികളെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് പഠിപ്പിച്ചതിൽ 11,000 കുട്ടികൾക്കും ജോലി നൽകാൻ സാധിച്ച ഒരു പ്രസ്ഥാനം ഇൻഡസ്കാൻ പെട്രോളിയം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ ഔപചാരികമായ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹമാണ് ഇന്ന് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുരളിയെ നമുക്കൊരു നല്ല കയ്യടി കൊടുത്ത്, മുരളിയെ നല്ല കയ്യടി കൊടുത്ത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റൺസിനെ നിങ്ങൾക്കറിയാം. റൺസിനോട് ചോദിച്ചപ്പോൾ റൺസ് പറഞ്ഞു, വളരെ ചെറുപ്പം മുതലേ പാട്ടിന് കോവിലകം റോഡിൽ നിന്ന് തിരക്കിയ പരിചയമേ ഉള്ളൂ. ഇന്ന് ആ തിരക്കിയ റോസ് ഇന്ന് നിലമ്പൂരിൽ ഒരു 4 സ്റ്റാർ ഹോട്ടൽ ആദ്യമായി മലപ്പുറം ജില്ലയിൽ ഉണ്ടെങ്കിൽ അത് നിലമ്പൂരിലാണ്. റോസ് ഇന്റർനാഷണൽ ഹോട്ടലാണ്. പലപ്പോഴും വിദേശികളൊക്കെ വരുമ്പോൾ, ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, നല്ല പ്രോപ്പർട്ടി താമസിക്കുവാനുള്ള ഒരു ഹൈ എൻഡ് ഹോട്ടൽ നിലമ്പൂരിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, ആര് വന്നാലും താമസിക്കാൻ, അവർക്ക് സ്വാഗതമരുളാൻ, അവരെ താമസിപ്പിക്കുവാനുള്ള സൗകര്യം ഇന്ന് നമുക്ക് നിലമ്പൂരിലുണ്ട്. അത് റോസ് ഇന്റർനാഷണൽ ഹോട്ടലാണ്. അതിന്റെ ഉടമസ്ഥൻ കൂടിയായ റൺസ് ആണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മറ്റൊരു പ്രായോജകർ. റൺസിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, റൺസിനെയും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്കാൻ മുരളിയെയും ഒന്നുകൂടി അഭിനന്ദിക്കേണ്ടതുണ്ട്. അത് നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അറിയും. ഒരാൾ കൂടി ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. മറ്റാരുമല്ല, ഹാസ്യ നടനും ഒട്ടേറെ സ്വഭാവ നാട്യവും ഒക്കെയുള്ള സുരാജ് വെഞ്ഞാറമ്മൂടാണ്. പ്രത്യേകം താല്പര്യമെടുത്ത് ഇൻഡസ്കാനും അതുപോലെ റോസ് ഇന്റർനാഷണലും പ്രത്യേകം താല്പര്യമെടുത്താണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് നിലമ്പൂരിലേക്ക് വിളിച്ചു വരുത്തിയത്. അദ്ദേഹം കൂടി ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. മാത്രമല്ല, ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുകയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കുടുംബങ്ങൾ വന്നിട്ടുള്ളൊരു ദിനം കൂടിയാണ്. ഏറ്റവും കുടുംബങ്ങൾ ശോഭനയുടെ നൃത്തം കാണാൻ ഏറ്റവും കൂടുതൽ പാസ് ചോദിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നമുക്ക് ഈ പരിമിതമായ സൗകര്യത്തിനിടയിൽ നിന്നുകൊണ്ട് കൂടുതൽ പാസ് പ്രിന്റ് ചെയ്താൽ പോരെ എന്ന് പലരും എന്നോട് ചോദിച്ചു. പാസ് പ്രിന്റ് ചെയ്തവർക്കൊക്കെ വന്നാൽ ഇരിക്കാൻ ഇരിപ്പിടം നമുക്ക് കൊടുക്കണ്ടേ? നിലമ്പൂരിൽ ഇതിനേക്കാൾ ഇനി എവിടെയാണ് നമുക്ക് ഇരിപ്പിടം ഒരുക്കാൻ കഴിയുക? അതനുസരിച്ച് മാത്രമേ നമുക്ക് പാസ് ഇഷ്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആർക്കെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണമെന്നാണ് വിനീതമായി എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ നമ്മുടെ വിദേശ വനിതകളിൽ അവർ ഇന്ന് അതിൽ നമ്മുടെ അലീസ കലകൻ ഇന്ന് നമുക്ക് വേണ്ടി ഒരു ഓപ്പറ പാട്ടുകൂടി ഇന്ന് നമുക്ക് വേണ്ടി പാടുകയാണ്. ഓപ്പറ സംഗീതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. 17-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രീയ സംഗീതമാണ് ഓപ്പറ മ്യൂസിക്. ഓപ്പറ മ്യൂസിക് എവിടെയാണെന്ന് ചോദിച്ചാൽ യൂറോപ്പിലാണ്. ഇറ്റലിയിലാണോ അതോ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലാണോ പിറന്നത് എന്ന് ചരിത്രകാരന്മാർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഓപ്പറ മ്യൂസിക് അവതരിപ്പിക്കാറുള്ളത്, ഞാനും കണ്ടിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളത് ഒക്കെ 100 മ്യൂസിഷ്യൻസ് എങ്കിലുമുള്ള ഒരു വേദിയിലാണ്. പക്ഷേ ഇവിടെ 100 മ്യൂസിഷ്യൻസിനെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. അലീസയെ സംബന്ധിച്ചിടത്തോളം 4 മാസം നമ്മുടെ കുട്ടികളെ കൂടെ നിന്ന് പഠിപ്പിച്ച അലീസ യൂറോപ്പിലെ ഒരു പ്രസിദ്ധയായ ഒപ്പേറ സിംഗർ കൂടിയാണ് എന്ന് പറയുമ്പോഴാണ് മാനവേദൻ സ്കൂളിന്റെയും സദ്ഖമയ പദ്ധതിയുടെയും അതിന്റെ ഏറ്റവും പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. അവർക്കൊക്കെ ഇഷ്ടം പോലെ കൺസെപ്റ്റുകൾ നടത്താൻ ഇഷ്ടം പോലെ വേദികളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ വന്ന് നമ്മുടെ കുട്ടികളുടെ കൂടെ നിന്ന് നമ്മുടെ കുട്ടികളെ താലോലിച്ച് പഠിപ്പിക്കുവാൻ എല്ലാം മാറ്റിവെച്ച് സമയം കണ്ടെത്തിയ കലാകാരന്മാർ കൂടിയാണ് നമ്മുടെ വിദേശ വനിതകൾ എന്നുകൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമുക്ക് ഈ വേദിയിൽ വെച്ച് തന്നെ നമ്മുടെ ശോഭനയുടെ നൃത്തമാണ് ഇന്ന്. ഈ ശോഭനയുടെ നൃത്തത്തിന് ഒരു കാര്യം കൂടിയുണ്ട്. ശോഭനയുടെ നൃത്തം നമുക്ക് അനുവദിച്ചു തന്നത് ഇൻഡസ്കാനും അതുപോലെ തന്നെ റോസ് ഇന്റർനാഷണലിനും കൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യമായി നമ്മുടെ ഫെസ്റ്റിവലിൽ ഒരു സാന്നിധ്യം അരുളുകയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെയിൻ ഷോയിൽ കൂടിയാണ്
ഇന്ന് ശോഭന ഇവിടെ എത്തിയിരിക്കുന്നത്. ശോഭനയുടെ നൃത്തം നമുക്ക് അതിനുവേണ്ടി തയ്യാറാക്കിയ, അത് മാത്രമല്ല അത് നമുക്ക് അനുവദിച്ചു തന്ന കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോടുള്ള എല്ലാവിധ നന്ദിയും ആശംസയും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു, ക്രാഫ്റ്റ് മേള ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ക്രാഫ്റ്റ് മേള നിങ്ങൾക്കറിയാം, 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരാണ് ക്രാഫ്റ്റ് മേളയിലേക്ക് വന്നത്. ഈ ഹരിയാനയിൽ നിന്ന്, ഹിമാചൽ പ്രദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, കാശ്മീരിൽ നിന്ന് അവരൊക്കെ അവിടെ ഉണ്ടാക്കിയ കരകൗശല ഉൽപ്പന്നങ്ങളുമായിട്ടാണ് നിലമ്പൂരിലേക്ക് വന്നത്. ആ ക്രാഫ്റ്റ് മേളയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ഇതുപോലൊരു അവസരം ഇനി നിലമ്പൂർക്കാർക്ക് ലഭിക്കാൻ പോകുന്നില്ല. നിലമ്പൂരിലെ നമ്മുടെ കുമ്പാരന്മാരുണ്ടാക്കിയ നമ്മുടെ മൺപാത്രങ്ങളും കാശ്മീരിലെ ഷോളുകളും ഹിമാചൽ പ്രദേശിലെ ഷോളുകളും ഒരുമിച്ച് വിൽക്കാൻ നിലമ്പൂർക്കാർക്ക് ഒരു അവസരമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്രാഫ്റ്റ് മേള സന്ദർശിക്കണം. ഇതുപോലൊരു അവസരം നിലമ്പൂർക്കാർക്ക് ഇനി ലഭിക്കാൻ പോകുന്നില്ല. ആദ്യമായി നിലമ്പൂരിന് കിട്ടിയ സൗകര്യം, അവസരം നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 18-ാം തീയതി വരെ ക്രാഫ്റ്റ് മേള ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്ക്, നമുക്ക് 24-ാം തീയതി വരെ അമ്യൂസ്മെന്റ് പാർക്കും ഉണ്ടാവും. അതും അവരുമൊക്കെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം.